ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ ഉപവിഷ്ടരായ ശ്രേഷ്ഠ വ്യക്തികളെ, ഈ സ്നേഹ സദസ്സിൽ പങ്കെടുക്കുന്ന ഏവരുമേ, എന്നെ ദൂരെ ഇരുന്ന് കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായ നിവാസികളെ, ഞാൻ ജനിച്ചതും വളർന്നതും പന്തളത്തിനടുത്തുള്ള തുമ്പമൺ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത, ഒറ്റ മുസ്ലിം പോലും ഇല്ലാത്ത കേരളത്തിലെ ഒരു ഗ്രാമമാണ് ഈ തുമ്പമൺ എന്ന് പറയുന്ന ഗ്രാമം. അവിടെ മുസ്ലിങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അവിടെ മുസ്ലിങ്ങൾ ഇല്ലാതായത്. 100 വർഷങ്ങൾക്ക് മുമ്പ് നിരവധി മുസ്ലിങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവരെല്ലാം കടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് മാറി താമസിച്ചത് കൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ ഒറ്റ മുസ്ലിം പോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളെ പറ്റി ചെറുപ്പകാലത്തിൽ പഠിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു സംഭവം. എന്നാൽ ഞാൻ +2 പഠിക്കുന്ന കാലത്ത് ആദ്യമായി പരിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി വായിക്കുവാനായി എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കയ്യിൽ തന്നു. അത് വായിച്ചപ്പോഴാണ് ഈ അത്ഭുതകരമായ ലോകത്തിന്റെ വെളിച്ചത്തെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ മനസ്സിലാക്കിയ ഒരു സാഹചര്യത്തിൽ അതിന്റെ സാരാംശം ലോകത്തിന് വലിയ വെളിച്ചമായി മാറി എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ഈ പ്രവാചകൻ എന്റെയും പ്രവാചകനാണ് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പരിശുദ്ധ പ്രവാചകനെ പറ്റി വായിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി എൻ്റെ മനസ്സിൽ വരുന്നത് അർണോൾഡ് ജെ ടോയിൻബി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ചരിത്രകാരൻ, അദ്ദേഹത്തിന്റെ അനാലിസിസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറയുന്നത്, മറ്റ് പല നാടുകളിലും ചിന്തകന്മാരുണ്ടാവുമ്പോൾ, ലോകത്തിന് വെളിച്ചം നൽകുന്നവരുണ്ടാവുമ്പോൾ, അവർക്ക് മുമ്പ് വെളിച്ചം കാട്ടിയിരുന്ന മറ്റു പലരും ഉണ്ടായിരുന്നു. ഇന്ത്യ മഹാരാജ്യത്തിൽ 16,000 വർഷമായി നിരവധി പുണ്യപുരുഷന്മാർ ജനിച്ച്, സന്യാസിവര്യന്മാർ ജനിച്ച് ലോകത്തിന് വെളിച്ചം നൽകിയവരായി ജീവിച്ചു. ആ വലിയ പരമ്പരയുടെ ഭാഗമായി മറ്റു ചിലരുണ്ടാവുന്നു. പാശ്ചാത്യ ദേശത്ത് 13,000 വർഷമായി നിരവധി പുണ്യപുരുഷന്മാർ ജീവിക്കുകയും അവരിൽ നിന്ന് ആ നാടിൽ ഒരു സാംസ്കാരിക ഔന്നത്യം ഉണ്ടാവുകയും ചെയ്ത ശേഷം പിന്നീടാണ് വലിയ വെളിച്ചങ്ങൾ എന്ന് നമ്മൾ കരുതുന്ന പലരും ഉണ്ടായത്. എന്നാൽ അർണോൾഡ് ജെ ടോയിൻബി പറയുന്നു, പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി അറബി നാട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് ആ ദേശത്ത് നിന്ന് ഒരു മഹാനായ ഒരു വ്യക്തിയുടെ പേരോ ഒരു സംസ്കാര സമ്പന്നമായ ജനതയുടെ ചരിത്രമോ ലോകം കേട്ടിട്ടില്ല. മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ എന്ന് മാത്രമേ ലോകത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഒരു സംസ്കാരം ഉയർന്നു വരാൻ സാധ്യതയുള്ള സസ്യലതാദികൾ ഇടതൂർന്നു പറഞ്ഞ നദീതടങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര വലിയൊരു വെളിച്ചം ലോകത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് അർണോൾഡ് ജെ ടോയിൻബി അത്ഭുതം കൂറുകയാണ്. ഈ വെളിച്ചം അന്ന് ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ പിന്നീടുള്ള ലോക ചരിത്രം വളരെ അന്ധകാരമയമാകുമായിരുന്നു എന്ന് അർണോൾഡ് ജെ ടോയിൻബി കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് പരിശുദ്ധ പ്രവാചകന്റെ മഹത്വം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. മഗ്രോ-ഹിൽ കമ്പനി അതിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു. ദ 100 ഗ്രേറ്റ് മെൻ ഓഫ് ദ വേൾഡ് എന്നാണ് ആ പുസ്തകം. ലോകത്തിലെ ഏറ്റവും മഹാന്മാരായ 100 വ്യക്തികൾ. ആ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നമ്പർ 1 പ്രോഫറ്റ് മുഹമ്മദ്, നമ്പർ 3 ഈസ് ജീസസ് ക്രൈസ്റ്റ്. അമേരിക്കയിലാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അമേരിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ഇളകി മറിഞ്ഞു. ആയിരക്കണക്കിന് ലെറ്റേഴ്സ് മഗ്രോ-ഹിൽ കമ്പനി കിട്ടി. മഗ്രോ-ഹിൽ കമ്പനി ഇന്റർനെറ്റിൽ 1 മില്യൺ ഹിറ്റ്സ് അടിച്ചു. നിങ്ങൾ എന്തുകൊണ്ടാണ് why you placed Prophet Muhammad above Jesus Christ? This was a question. ഇന്റർനെറ്റ് മുഴുവൻ അടിച്ച് 1 മില്യൺ ഹിറ്റ്സ് കെയിം. മഗ്രോ-ഹിൽ കമ്പനി പെട്ടെന്ന് അമ്പരന്ന് പോയി. അവര് ഉത്തരം കണ്ടുപിടിച്ചിട്ടല്ല ഈ അനാലിസിസ് അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ നമ്പർ 1 പ്രോഫറ്റ് മുഹമ്മദ്, നമ്പർ 2 ലോർഡ് ബുദ്ധ
ഞാൻ നമ്പർ 3 ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള അനാലിസിസിൽ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ടി. പക്ഷേ 72 മണിക്കൂറുകൾക്ക് ശേഷം ത്രൂ ദ ഇന്റർനെറ്റ് മഗ്രോ-ഹിൽ കമ്പനി ഗേവ് ആൻ അനാലിസിസ്. എന്തുകൊണ്ടാണ് പ്രോഫറ്റ് മുഹമ്മദിനെ നമ്പർ 1 കരുതുന്നത്? ആ അനാലിസിസിന് 9 ഭാഗങ്ങളുണ്ടായിരുന്നു. That why was answered with 9 answers. പ്രവാചകനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആ 9 ഉത്തരങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കേണ്ട ഉത്തരങ്ങളാണ്. അർണോൾഡ് ടോയിൻബി പറയുന്നത് പോലെ അതിനു മുമ്പ് ഒരു സാംസ്കാരിക ഔന്നത്യം കാണിക്കാതെ, ചിന്തകന്മാരുടെ നിരയെ അവതരിപ്പിക്കാതെ, പെട്ടെന്നൊരു